കുറഞ്ഞ ചേരുവയിലെ വളരെ ടേസ്റ്റോട് കൂടിയ നല്ലൊരു സേമിയ പായസമാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. വെറും 10 മിനിറ്റ് മാത്രം മതി ഈ സേമിയ പായസം ഒന്ന് തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഞാനിവിടെ പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാലൊഴിച്ച് കൊടുത്ത് ഇനി ഇതിലേക്ക് 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അത്രയും കൂടി തന്നെ വെള്ളം കൂടി ചേർത്തൊന്ന് തിളപ്പിച്ചെടുക്കുന്നു. കുറച്ച് മാത്രമേ തയ്യാറാക്കുന്നുള്ളൂ. പാലൊക്കെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഞാനിതിലേക്ക് 1 സ്പൂണ് ചൗവരി ഒന്ന് കഴുകിയതിന് ശേഷം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൗവരി ചേർക്കുന്നത് എപ്പോഴും നല്ലതാണ് സേമിയയ്ക്കകത്ത്. അങ്ങനെ ചൗവരി ചേർത്തൊന്ന് ഇളക്കി കൊടുത്തു. ഇനി അതൊന്ന് നല്ലവണ്ണം വേകണം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഏലക്കാപ്പൊടിയാണ്. ഏലക്കാപ്പൊടിയും ചേർത്തു. ഇതെല്ലാം പാല് തിളച്ചതിന് ശേഷം മാത്രമേ ചേർക്കാവൂ, അല്ലെങ്കിൽ ഒരു പക്ഷേ പാല് പിരിഞ്ഞു പോകും. അതുകൊണ്ട് പാല് നല്ലവണ്ണം തിളച്ചതിന് ശേഷം മാത്രം ചേർക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കുക. അത് മധുരത്തിനനുസരിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര ഇതുപോലെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം നല്ലവണ്ണം തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ അത് സാവധാനമൊക്കെ അല്ലെങ്കിൽ ചൗവരി അത് അടിയിൽ പിടിക്കും. അതുകൊണ്ട് തുടർച്ചയായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പം പാല് ഒരു സൈഡിൽ വേകുന്നുണ്ട്, അത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ കൂടി തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ഈ രീതിയിലുള്ള സേമിയാണ് എടുത്തിരിക്കുന്നത്. ഹിന്ദിക്കാർ കൂടുതലും പായസം വെക്കാനെടുക്കുന്ന സേമിയ ഇതുപോലത്തെ സേമിയാണ്. തീരെ കന കുറഞ്ഞിട്ട് നല്ല സേമിയാണ്, നല്ല ടേസ്റ്റ് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു ഫ്രൈ ആയതാണെന്ന് തോന്നുന്നു. ഓൾറെഡി അവരത് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പം ഇതൊന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ആക്കിയെടുത്തു. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് മറ്റേ സേമിയയെക്കാട്ടിലും സൂപ്പർ ടേസ്റ്റാണ് ഇതിനെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കിഷ്ടം ഇതാണ്. അപ്പം ഇതൊന്ന് ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം പാനിലേക്ക് നെയ്യ് ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് കശുവണ്ടി പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ എല്ലാം ഒന്നും ചേർക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, കുറഞ്ഞ ചേരുവയിൽ മാത്രമാണ് ചേർക്കുന്നത് ഇത് സേമിയ തയ്യാറാക്കുന്നത്. അപ്പം കശുവണ്ടി മുന്തിരിങ്ങയും മാത്രമേ ഞാനിവിടെ ചേർക്കുന്നുള്ളൂ. പിന്നെ ഇത് അധികം പാത്രമൊന്നും എടുക്കാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാവുന്ന രീതിയിലാണ്, സിമ്പിൾ മെത്തേഡിൽ ഈസി മെത്തേഡിലാണ് ഞാനിതിവിടെ ചെയ്യുന്നത്. അപ്പം ഇത് കശുവണ്ടി ഇട്ട് കൊടുത്തു. അതിലേക്ക് തന്നെ മുന്തിരിങ്ങ കൂടി ചേർത്ത് ഇനി ഒന്ന് ഇളക്കുക. അപ്പം ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. സേമിയ ഓൾറെഡി അത് ഫ്രൈഡ് ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മാത്രം, ആ നെയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി. പൊടിഞ്ഞു പോകുമെന്നുള്ള ഒരു പേടി വേണ്ട. അതെന്താണെങ്കിലും പൊടിയും. ഇത് നമ്മൾ ഇളക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് കുറേയൊക്കെ പൊടിയും. പൊടിഞ്ഞു കിടന്നാൽ അതിനകത്ത് കുഴപ്പമൊന്നുമില്ല, പൊടിഞ്ഞാലും. ഇനി നമുക്കിതിലേക്കും പാല് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. വേറെ പാത്രം ഒന്നും മാറ്റേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ ഓരോ പ്രാവശ്യം ഓരോ പാത്രം മാറ്റി കൊടുക്കല്ലേ. ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൈ ചെയ്യുന്നതിനൊരു പാത്രം, പിന്നെ പാലിന് വേറൊരു, അങ്ങനെ കുറേ പാത്രങ്ങൾ ചെയ്യാം. ഇതൊറ്റ പാത്രത്തിൽ എല്ലാ കാര്യങ്ങളും നടക്കും. അപ്പം ഞാൻ പാല് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ തിളപ്പിച്ച് വെച്ച പാലിനകത്ത് നമ്മുടെ ചേരുവകളെല്ലാം ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ. ഇനി ഇതൊന്ന് തിളച്ച് ഒന്ന് കുറുകി വന്നാൽ നമുക്ക് സേമിയ കഴിക്കാം. അത്രയ്ക്കും എളുപ്പമാണ്, അതുപോലെ നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കുന്നത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ പാലിൻ്റെ അളവിനനുസരിച്ച് വേണം സേമിയ എടുക്കാൻ, അല്ലെങ്കിൽ കുറുകിപ്പോകും. അങ്ങനെ ഇത്രയും പാല് നല്ലവണ്ണം കുറുകി സേമിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു ശകലം കുങ്കുമപ്പൂടി ചേർത്തിട്ടുണ്ട്. അത് ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ചേർത്ത് ഒന്നും മാത്രമേ ഉള്ളൂ, ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല.
ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകുന്ന വരെ, ഒത്തിരി കുറുകരുത്. ഒത്തിരി കുറുകി കഴിഞ്ഞാൽ പിന്നെ ഇത് തണുത്ത് കഴിയുമ്പം വീണ്ടും ഇത് ഒന്നുകൂടി കുറുകിപ്പോൾ. അതുകൊണ്ട് നമ്മൾ ഒരു മീഡിയം ടൈപ്പിൽ ഈ ഒരു രീതിയിൽ നമുക്ക് ഇത്രയും മാത്രം മതി. ഇച്ചിരി ലൂസായിട്ട് കിടക്കുന്ന സമയത്ത് തീ ഓഫ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ എങ്കിൽ അഭിപ്രായം അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെയും ഇതുപോലെ ചെറിയ ചെറിയ വിശേഷങ്ങളും ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് പിന്നെയും വരുന്നതായിരിക്കും. ഇതുപോലെ സേമിയ തയ്യാറാക്കി നോക്കി കഴിക്കുക. സേമിയ തയ്യാറാക്കാൻ എല്ലാവർക്കും അറിയാം, പിന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ എല്ലാത്തിനകത്തും ഉണ്ടാകും. അപ്പം ഇതുപോലെ തയ്യാറാക്കുക. ഈ ഒരു രീതിയിൽ എടുത്താൽ നമുക്ക് കഴിക്കാൻ നേരത്ത് അധികം കുറുകാതെ തന്നെ കിട്ടും. അതുപോലെ ഈ ചെറിയ സേമിയ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ഉപ്പുമാവ് ഉണ്ടാക്കാനും ഒക്കെ നല്ലതാണ്. ഈ ഒരു രീതിയിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പം ഇത്രയും മാത്രം കുറുകിയാൽ മതി. ഇപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ.